JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങളുടെ സംഭരണ താപനില സാധാരണയായി എത്രയാണ്? ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങളുടെ സംഭരണ താപനില സാധാരണയായി എത്രയാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങളുടെ സംഭരണ താപനില സാധാരണയായി എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അല്ലേ? ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങൾ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ സൂക്ഷിക്കണം. ഈ താപനിലയിൽ സൂക്ഷിക്കുമ്പോൾ ബാക്ടീരിയയുടെ വളർച്ച കുറയുന്നു. അപ്പോൾ ശീതീകരിച്ച പാലുൽപ്പന്നങ്ങളുടെ സംഭരണ താപനില സാധാരണ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ശീതീകരിച്ച പാലുൽപ്പന്നം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ശീതീകരിച്ച പാലുൽപ്പന്നം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാമല്ലേ ഏതാണ്? ക്രീം ആണല്ലേ. ക്രീം ഒരു ശീതീകരിച്ച ഉൽപ്പന്നമാണ്. സ്കിൻഡ് മിൽക്ക് പൗഡറും ഘീയും ശീതീകരണം ആവശ്യമില്ല. അപ്പോൾ ക്രീം ഒരു ശീതീകരിച്ച ഉൽപ്പന്നമാണ്. സ്കിൻഡ് മിൽക്ക് പൗഡറും ഘീയും ശീതീകരണം ആവശ്യമില്ല. അപ്പോൾ ശീതീകരിച്ച പാലുൽപ്പന്നം ഏതാണ്? ക്രീം. അടുത്ത ചോദ്യം. തൈര് സംഭരിക്കേണ്ട ശരിയായ താപനില ഏതാണ്? തൈര് സംഭരിക്കേണ്ട ശരിയായ താപനില ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 4 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. തൈര് 4 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കുമ്പോൾ അതിലെ സൂക്ഷ്മജീവികളുടെ വളർച്ച നിയന്ത്രിക്കപ്പെടുന്നു. അപ്പോൾ തൈര് സംഭരിക്കേണ്ട ശരിയായ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ചോദ്യം. ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങളുടെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം ഏത്? ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങളുടെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം ഏത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ശരിയായ താപനില നിയന്ത്രണം. അതായത് കോൾഡ് ചെയിൻ ശരിയായി പാലിക്കുമ്പോൾ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും സുരക്ഷയും നിലനിൽക്കും. അപ്പോൾ ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങളുടെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് ശരിയായ താപനില നിയന്ത്രണം. അടുത്ത ചോദ്യം. ഐസ്ക്രീം സാധാരണയായി ഏത് താപനിലയിൽ സൂക്ഷിക്കണം? ഐസ്ക്രീം സാധാരണയായി ഏത് താപനിലയിൽ സൂക്ഷിക്കണം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. -18 ഡിഗ്രി സെൽഷ്യസ്, -18 ഡിഗ്രി സെൽഷ്യസിലാണ് ശരി ഉത്തരം അല്ലേ. ഐസ്ക്രീം ഒരു ഫ്രോസൺ ഡയറി പ്രൊഡക്റ്റ് ആണ്. ഇത് -18 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കണം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏറ്റവും വേഗത്തിൽ കേടാകുന്ന ശീതീകരിച്ച ഉൽപ്പന്നം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതാണ് ഏറ്റവും വേഗത്തിൽ കേടാകുന്ന ശീതീകരിച്ച ഉൽപ്പന്നം? ഏതാണ്? പാലാണല്ലേ. പാൽ ഒരു ഉയർന്ന ഈർപ്പമുള്ള ഉൽപ്പന്നമായതിനാൽ വേഗത്തിൽ കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ കേടാകുന്ന ശീതീകരിച്ച ഉൽപ്പന്നമാണ് ഏത്? പാൽ അല്ലേ. പാല് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം. കോൾഡ് ചെയിൻ എന്നത് എന്താണ്? നിങ്ങൾ കോൾഡ് ചെയിൻ എന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് എന്താണ് എന്നതിനെ കുറിച്ച് പലർക്കും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല. എന്താണ് കോൾഡ് ചെയിൻ എന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഉൽപ്പന്നത്തിൽ നിന്ന് ഉപഭോക്താവിലേക്ക് ശീതീകരിച്ച നിലയിൽ എത്തിക്കുന്ന സംവിധാനമാണ് കോൾഡ് ചെയിൻ. കോൾഡ് ചെയിൻ ഓർത്തിരിക്കണം കേട്ടോ. കോൾഡ് ചെയിൻ എന്നത് ഉൽപാദനം മുതൽ വിതരണവും വിൽപ്പനയും വരെ ശീതീകരണം നിലനിർത്തുന്ന പ്രക്രിയയാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. പാസ്ചറൈസ്ഡ് മിൽക്ക് തുറന്ന ശേഷം എത്ര ദിവസത്തിനകം ഉപയോഗിക്കുന്നതാണ് നല്ലത്? പാസ്ചറൈസ്ഡ് മിൽക്ക് തുറന്ന ശേഷം എത്ര ദിവസത്തിനകം ഉപയോഗിക്കുന്നതാണ് നല്ലത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. 1 അല്ലെങ്കിൽ 2 ദിവസത്തിനകം ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലേ. തുറന്ന ശേഷം പാൽ വേഗത്തിൽ സൂക്ഷ്മജീവികളെ ബാധിക്കാം. അതിനാൽ അത് 1 അല്ലെങ്കിൽ 2 ദിവസത്തിനകം ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നതിൽ പ്രോബയോട്ടിക് ഡയറി പ്രൊഡക്റ്റ് ഏതാണ്? താഴെ പറയുന്ന 4 ഓപ്ഷനകത്ത് പ്രോബയോട്ടിക് ഡയറി പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. തൈരാണല്ലേ.
പ്രോബയോട്ടിക് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഏതാണ്? തൈര്. തൈരില് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഉള്ളതിനാൽ ഇത് പ്രോബയോട്ടിക് ഉൽപ്പന്നമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. തൈരില് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഉള്ളതിനാൽ ഇത് പ്രോബയോട്ടിക് ഉൽപ്പന്നമാണ്. അടുത്ത ചോദ്യം, ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന പരിശോധന ഏതാണ്? ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന പരിശോധന ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? MBRT ആണ് അല്ലേ? MBRT, മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. പാലില് സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. പാലിലെ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന പരിശോധന ഏതാണ്? MBRT ടെസ്റ്റ് ആണ് അല്ലേ? അടുത്ത ചോദ്യം, ശീതീകരിച്ച പാൽ സംഭരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ശീതീകരിച്ച പാല് സംഭരിക്കുന്ന അവസരത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സ്ഥിരമായ താപനില നിലനിർത്തുക. അതായത് താപനിലയിൽ വരുന്ന മാറ്റങ്ങൾ ബാക്ടീരിയയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക. അതിനാൽ സ്ഥിരമായ 0 അല്ലെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് നിലനിർത്തണം. അടുത്ത ചോദ്യം, ഫ്ലേവേർഡ് മിൽക്ക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫ്ലേവേർഡ് മിൽക്ക് ഏത് വിഭാഗത്തിൽ പെടുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ചിൽഡ് പ്രൊഡക്റ്റിൽ പെടുന്നു അല്ലേ? ഫ്ലേവേർഡ് മിൽക്ക് ചിൽഡ് പ്രൊഡക്റ്റ് വിഭാഗത്തിൽ പെടുന്നു. ഫ്ലേവേർഡ് മിൽക്ക് പാസ്ചറൈസ് ചെയ്ത ശേഷം ശീതീകരിച്ച നിലയിൽ സൂക്ഷിക്കുന്നു. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, പാസ്ചറൈസ് ചെയ്ത പാൽ സാധാരണയായി ഏത് താപനിലയിൽ വിതരണം ചെയ്യണം? പാസ്ചറൈസ് ചെയ്ത പാല് സാധാരണയായി ഏത് താപനിലയിൽ വിതരണം ചെയ്യണം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ വിതരണം ചെയ്യണം അല്ലേ? 4 ഡിഗ്രി സെൽഷ്യസിൽ വിതരണം ചെയ്യുമ്പോൾ മൈക്രോബയൽ ഗ്രോത്ത് കുറയും. അടുത്ത ചോദ്യം, പനീർ സൂക്ഷിക്കേണ്ട ശരിയായ താപനില ഏതാണ്? പനീറൊക്കെ സൂക്ഷിക്കേണ്ട ശരിയായ താപനില ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 4 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് അല്ലേ? പനീർ ഒരു ഹൈ പെർഷ്യബിൾ ഉൽപ്പന്നമാണ്. അത് 4 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കണം. പനീർ സൂക്ഷിക്കേണ്ട ശരിയായ താപനില 4 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശീതീകരണം ആവശ്യമായത് ഏത്? താഴെ പറയുന്ന 4 ഓപ്ഷനകത്ത് ശീതീകരണം ആവശ്യമായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശീതീകരണം ആവശ്യമായത്? ഓപ്ഷൻ സി ആണല്ലേ, ബട്ടർ ആണല്ലേ? ബട്ടർ 4 ഡിഗ്രി സെൽഷ്യസ് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അത് റാൻസിഡിറ്റി ഉണ്ടാകാം. അപ്പോൾ ശീതീകരണം ആവശ്യമായത് ഏതാണ്? ബട്ടർ. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, കോൾഡ് ചെയിൻ തകരുമ്പോൾ പ്രധാനമായി ഉണ്ടാകുന്ന പ്രശ്നം ഏത്? കോൾഡ് ചെയിൻ തകരുമ്പോൾ പ്രധാനമായി ഉണ്ടാകുന്ന പ്രശ്നം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സൂക്ഷ്മജീവി വർധനം. കോൾഡ് ചെയിൻ തകരുമ്പോൾ പ്രധാനമായി ഉണ്ടാകുന്ന പ്രശ്നമാണ് സൂക്ഷ്മജീവി വർധനം. താപനില ഉയർന്നാൽ ബാക്ടീരിയ വേഗത്തിൽ വളരും. അടുത്ത ചോദ്യം, ലസ്സി ഏത് വിഭാഗത്തിൽ പെടുന്നു? ലസ്സി ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഫെർമെന്റഡ് ആൻഡ് ചിൽഡ് പ്രൊഡക്റ്റിലാണല്ലേ? ലസ്സി ഒരു ഫെർമെന്റഡ് ഡയറി ഡ്രിങ്ക് ആണ്. ഇത് ശീതീകരിച്ച നിലയിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ ഏത് വിഭാഗത്തിലാണ് ലസ്സി പെടുന്നത്? ഫെർമെന്റഡ് ആൻഡ് ചിൽഡ് പ്രൊഡക്റ്റ്. അടുത്ത ചോദ്യം, റെഫ്രിജറേഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? റെഫ്രിജറേഷൻ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന് പലർക്കും അറിയാൻ പാടില്ല. എന്താണ് റെഫ്രിജറേഷന്റെ പ്രധാന ലക്ഷ്യം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? എന്താണ്? മൈക്രോബയൽ ആക്ടിവിറ്റി കുറയ്ക്കുക. റെഫ്രിജറേഷന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? മൈക്രോബയൽ ആക്ടിവിറ്റി കുറയ്ക്കുക. റെഫ്രിജറേഷൻ മൈക്രോബയൽ ഗ്രോത്ത് കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ റെഫ്രിജറേഷന്റെ പ്രധാന ലക്ഷ്യമാണ് മൈക്രോബയൽ ആക്ടിവിറ്റി കുറയ്ക്കുക എന്നത്. അടുത്ത ചോദ്യം, പാസ്ചറൈസ്ഡ് മിൽക്കിന്റെ സാധാരണ ഷെൽഫ് ലൈഫ് ശീതീകരിച്ച നിലയിൽ എത്രയാണ്? പാസ്ചറൈസ്ഡ് മിൽക്കിന്റെ സാധാരണ ഷെൽഫ് ലൈഫ് ശീതീകരിച്ച നിലയിൽ എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 3 അല്ലെങ്കിൽ 5 ദിവസം. 4 ഡിഗ്രി സെൽഷ്യസ് സൂക്ഷിക്കുമ്പോൾ പാസ്ചറൈസ്ഡ് മിൽക്ക് 3-5 ദിവസം സുരക്ഷിതമാണ്. അടുത്ത ചോദ്യം, റെഫ്രിജറേറ്റഡ് ഡിസ്പ്ലേ ക്യാബിനറ്റ് ഉപയോഗിക്കുന്ന പ്രധാന കാരണം ഏത്? റെഫ്രിജറേറ്റഡ്
ഡിസ്പ്ലേ ക്യാബിനറ്റ് ഉപയോഗിക്കുന്ന പ്രധാന കാരണം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഉൽപ്പന്നം തണുത്ത നിലയിൽ പ്രദർശിപ്പിക്കാൻ. അപ്പോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ ചിൽഡ് പ്രൊഡക്ട്സ് 4 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താൻ റെഫ്രിജറേറ്റഡ് ക്യാബിനറ്റ് ഉപയോഗിക്കുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.